എല്ലാ കുട്ടികൾക്കും സുബർ സാറാണ്. നമ്മളിന്ന് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി ത്രികോണമിതിയിലെ അടിപൊളി ഒരു ക്വസ്റ്റനാണ്. ഈ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ക്വസ്റ്റനാണ്, ടഫായിട്ടുള്ളതൊന്നും അല്ല. പക്ഷേ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും, ഷുവർ ക്വസ്റ്റനാണ്. ഇത് ഏകദേശം ഒരു 3-4 മാർക്കൊക്കെ കിട്ടും, അതുകൊണ്ട് പഠിച്ചോണം. ഇതായിരിക്കും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ട്രിഗണോമെട്രിയിൽ നിന്നും ആദ്യത്തെ ക്വസ്റ്റൻ ഈ ടൈപ്പിൽ വന്നതായിരിക്കും. ഇങ്ങനെ 2-3 പാർട്ടുകൾ കാണും. ഒന്നും ബുദ്ധിമുട്ടില്ല, നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം, ആർക്കും ചെയ്യാം. ഈ കാണുന്ന ഓരോരുത്തരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും വന്നിട്ട് വീഡിയോ ഇങ്ങോട്ട് ഇട്ടിട്ട് പറയും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യല്ലയോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുള്ളൂന്നറിയാം, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, ഇതൊരു ത്രികോണമാണ്, ABC ട്രയാങ്കിളാണ്. ഈ ആംഗിൾ 40 ഡിഗ്രിയാണ്. പിന്നെ ഇവിടെ തന്നേക്കുന്ന 2 നീളങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് 20ഉം ഇവിടെ തന്നേക്കുന്നത് 25ഉമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് AP. ഈ AP എന്ന് പറയുന്ന നീളം കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് പെർപെൻഡിക്കുലറായിട്ട് മണ്ടയ്ക്ക് ഒന്ന് വരച്ച് തന്ന ലംബമായിട്ട്. എന്നിട്ട് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, പരപ്പളവ്. സിമ്പിൾ, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണ്? ഫൈൻഡ് ഏരിയ ഇഫ് ആംഗിൾ B = 140 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ B എന്നുള്ള ആംഗിൾ 40 നിന്നും 140 ആകുമ്പോൾ ഉണ്ടാവുന്ന ഏരിയ എത്രയാണെന്ന്. ഇതാണ് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് APയെ കണ്ടുപിടിക്കണം. AP. അപ്പോൾ AP എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണമെങ്കിൽ AP ഉൾപ്പെടുന്ന ആ ട്രയാങ്കിൾ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണേ. ഞാൻ മാറ്റി വരച്ചിട്ടുണ്ട് കേട്ടോ. ഇത് A, ഇത് P, ഇത് B. ഇത് എത്ര ഡിഗ്രിയാണ് മോനെ? 40 അല്ലേ. ഇവിടെ നോക്കിക്കേ, ഈ സൈഡ് ഉണ്ടോ, ഈ സൈഡാണ് ഈ കാണുന്നത്. അതപ്പോൾ എത്ര മോനെ? 20. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് APയെ കണ്ടുപിടിക്കണം. APയെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് മോനെ? ഈ തന്നിട്ടുള്ള ആംഗിൾ വെച്ചുകൊണ്ട് ഈ 2 സൈഡുകളുടെ പേരറിയാമല്ലോ. ഇതെന്താണ്? ഹൈപ്പോട്ടന്യൂസ്, കർണം അല്ലേ, ഏറ്റവും വലിയ സൈഡ്. എപ്പോഴും ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആംഗിളിനെ വെച്ചുകൊണ്ട് അപ്പുറം ഇപ്പോൾ 2 സൈഡുണ്ടല്ലോ. നീളം കൂടിയത് ഹൈപ്പോട്ടന്യൂസ്, നീളം കുറഞ്ഞത് അഡ്ജസെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് അഡ്ജസെൻറ്റ് സൈഡാണ്, സമീപവശം. ഇത് കണ്ടവനെ ഇതുമായിട്ട് ഈ ആംഗിളുമായിട്ട് നേരെ എതിര് നിൽക്കുന്നു. therefore this is called ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ AP ആണ് വേണ്ടത്. അപ്പോൾ AP ഞാൻ ഒന്ന് റൗണ്ട് ഇടുക, കണ്ടുപിടിക്കുന്നത്. ഇനി തന്നേക്കുന്നത് ഈ 20, അതെന്തോ സൈഡാണ് മോനെ? ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസോടെ ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ മോനെ? സൈൻ, കോസ്, ടാൻ. ആരായിരിക്കും മോനെ? സൈൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്ന് ഞാനങ്ങ് പറയുക, ഓപ്പോസിറ്റ് ബൈ ആരാ മോനെ? ഹൈപ്പോട്ടന്യൂസ്. കോസ് എന്ന് പറഞ്ഞാൽ ആരാ മോനെ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അതിവിടെ ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം ഹൈപ്പോട്ടന്യൂസ് ഉള്ളതുകൊണ്ട് ടാൻ കയറി വരില്ല. ഓക്കെ, ഇപ്പോൾ നോക്കിക്കോനെ, ഈ റൗണ്ട് ചെയ്തേക്കുന്ന 2 പേരും എവിടെയാണ് വന്നേക്കുന്നത്? സൈനിലാണോ കോസിലാണോ? എളുപ്പം പറ. സൈനിൽ ഉണ്ടോ? ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് APയെ കണ്ടുപിടിക്കാൻ ആരെയാണ് ഉപയോഗിക്കേണ്ടത്? സൈൻ. അങ്ങ് എത്തിപ്പെടണം, അല്ലാതെ കാണാതെ പഠിക്കുക. സൈൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് കാര്യമില്ല. സൈൻ ആണെന്നുള്ളത് മനസ്സിലാക്കി വരുമ്പോഴോ സൈനാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. യെസ്, അങ്ങനെ മനസ്സിലാക്കണം, എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാർട്ടിന് വേണ്ടി we have sin 40 is equal to opposite side divided by hypotenuse എന്ന് എഴുതണം. sin 40യുടെ വില 0.64 ആണെന്ന് തോന്നുന്നു. മാറ്റം ഉണ്ടെങ്കിൽ മാറ്റി കേട്ടോ, ഏതെങ്കിലും ഒരു വാല്യൂ. ഞാൻ 0.64 ആണെന്ന് തോന്നുന്നു. ഓക്കെ, 0.64 = ഓപ്പോസിറ്റ് സൈഡ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ് അറിയത്തില്ലല്ലോ. AP എന്ന് കൊടുക്കാം. ഹൈപ്പോട്ടന്യൂസ് ആരാമനെ? AB ഉണ്ടോ? AP. പക്ഷേ AB എത്രയാണെന്ന് അറിയാം, 20. പിന്നെ എന്തിനാ സമയം കളയുന്നത്? 20, അത്രയേ ഉള്ളൂ. ഹൈപ്പോട്ടന്യൂസ് നമ്മുടെ കാരണം. നമുക്ക് വേണ്ടത് APയാണ്. AP വേണമെങ്കിൽ ഇവിടെ ഉണ്ട് മോനെ AP. പക്ഷേ ആ താഴെ ഒരു പ്രശ്നക്കാരൻ കിടക്കുന്ന അവനവിടെ വേണ്ട. കൊണ്ടുപോടാ അവനെ. കൊണ്ടുവന്ന് എങ്ങോട്ടായി? ഇങ്ങോട്ട് കേട്ടോ, നേരെ ഇങ്ങോട്ടല്ല, ഇവന് ഇങ്ങോട്ടാണ് മോനെ പോകുന്നത്, താഴോട്ടല്ല, നേരെ താഴോട്ടല്ല, മണ്ടയ്ക്കോട്ട്. ദാറ്റ് ഈസ് 20 × 0.64 = ആരെന്നായി? AP. ഓക്കെ, ഇൻറ്റു ചെയ്യുന്നത് എങ്ങനെ? 20 × 0.64 ചെയ്യണമെങ്കിൽ നിങ്ങൾ ചുമ്മാ 64 × 20 ചെയ്യണം, പോയിൻ്റൊന്നും ഇല്ലാതെ. 64 × 20, 20നെ വേണേൽ 0 ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 × 4 എത്ര മോനെ? 8. 2 × 6 എത്ര മോനെ? 12. ഇവിടെ ഈ 0 ഉള്ളപ്പോൾ ഇവിടെ 0. ഓക്കെ, പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 അക്കമുണ്ട്, 2 വരുമ്പോൾ 12.8. ദാറ്റ്സ് ഓൾ. കഴിഞ്ഞു മോനെ. അപ്പോൾ നമ്മുടെ AP കിട്ടി. ക്ലിയർ ആണല്ലോ.
പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. മാത്സ് ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും മാത്സിന് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ്. ഓക്കെ, വേണ്ട ഇൻസ്ട്രക്ഷൻസ് തന്ന് ക്വസ്റ്റ്യൻസുകൾ തന്ന് എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എക്സാം ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറോടെ തരുന്ന രീതിക്കുള്ള ക്ലാസ്സാണ്. ഓക്കെ, നിങ്ങളത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരും. അതും പ്രകാരം പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആർക്കും നല്ല മാർക്ക് മാത്സ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൂടെ, പലർക്കും ഇഷ്ടമല്ല, അതൊക്കെ ഇഷ്ടമാക്കുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ് കിട്ടും. ജോയിൻ ചെയ്യാൻ താഴത്തെ തന്നുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ AP കിട്ടി. അപ്പോൾ ഒന്നാമത്തെ സൈഡ് നമുക്ക് AP കിട്ടി. ഇനി എന്താ പറയുക, രണ്ടാമത്തേത് ഏരിയ. ഓക്കെ, രണ്ടാമത് ഏരിയ വേണമെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കണേ. ഏരിയയുടെ ഫോർമുല എന്താ പറയുക, ഹാഫ് BH എന്നാണ്. ഹാഫ് BH. ഓക്കെ, ഹാഫ് BHനുള്ളിൽ ആരാണ് ഈ ഹാഫ്? എല്ലാവർക്കും BH അറിയാമല്ലോ. ഹാഫ് എഴുതി. ഈ B എന്ന് പറഞ്ഞാൽ ബേസ് എന്നാണ്, പാദം. അതിവിടെ BC ഉണ്ടോ, പാദം ഉണ്ടോ, BC ഇൻറ്റു H എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ H എന്ന് ഉദ്ദേശിക്കുന്നത്, AP. ഓക്കെ, അപ്പോൾ BH ഒക്കെ അറിയാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു BC. നമുക്ക് BC എത്ര മതി, 25. ഓക്കെ, ഇൻറ്റു AP ഇപ്പോൾ കിട്ടിയ മോനെ 12.8. ഓക്കെ, 12.8. എന്നിട്ട് ഈ 2 കൊണ്ട് ഈ 12 കിട്ടിയ കഴിഞ്ഞാൽ 6.4. ഇനി നിങ്ങൾ 25 ഇൻറ്റു 6.4 അങ്ങോട്ട് ഇൻറ്റു ചെയ്യണം. 25 ഇൻറ്റു 6.4 ചെയ്യാൻ 64നെ 25 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടതിന് ശേഷം വലത്തുനിന്ന് ഇടത്തോട്ട് ഒരു ഡിജിറ്റ് മാറ്റി പോയിൻ്റ് ഇടണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഉറപ്പായിട്ടും കിട്ടിയിരിക്കുക ഏകദേശം ഒരു 150 ഒക്കെ വരുമായിരിക്കും കേട്ടോ. 150 മേളിൽ വരും. 25 6 150 25 4 60. ഓക്കെ, 156 കിട്ടിക്കോളും. ഓക്കെ, ചെയ്തിട്ടോണേ. ശരി, ഇനി ഒരു ക്വസ്റ്റ്യനോടെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറയുക, ഫൈൻഡ് ഏരിയ ഇഫ് ആംഗിൾ B = 140. ഓക്കെ, 140 ഡിഗ്രി B എന്ന് പറയുന്നത് ഇപ്പം നോക്കിക്കാൻ പോലെ ഈ ലൈനും നമ്മളുടെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 140 അല്ലേ. ഇത് 140 ആവുന്ന ഈ ലൈൻ ഇങ്ങനെ മാറുക കേട്ടോ. ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ ഇങ്ങനെ മാറി ഇങ്ങനെ ആവുമെന്നർത്ഥം. ഇങ്ങനെ, ഇതാണ് ഈ 40 എന്നുള്ളത് 140 ആവും എന്നർത്ഥം. ഓക്കെ, അങ്ങനെ വരുമ്പോഴും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് എന്താണ്, രണ്ട് ട്രയാങ്കിൾസുകളുടെ ഏരിയ രണ്ട് പാരലൈൻസിനിടയ്ക്ക് ബേസ് എന്നാണെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 40 മാറി 140 ആവുക എന്ന് പറഞ്ഞാൽ 140ഉം 40ഉം കൂടെ ചേർന്നാൽ എത്ര ആകുമ്പോൾ 180 ഇല്ലയോ? ശരിയല്ലേ? ഇത് 40 ഉണ്ടോ, ഇത് 140, രണ്ടോട് ചേരുമ്പോൾ 180 ആണെങ്കിൽ രണ്ടിൻ്റെ ഏരിയാസുകൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇപ്പം നമ്മുടെ പുതിയ ട്രയാങ്കിൾ ഇതാ ഉണ്ടോ, ഇതപ്പോൾ A ഇവിടെ എത്തും, ABC ഉണ്ടോ, ABC. ഓക്കെ, അപ്പോഴും ഇതിൻ്റെ ഏരിയയും ഈ ABCയുടെ ഏരിയയും ഈ ABCയുടെ ഏരിയയും സെയിം ആയിരിക്കും പോലെ. ഓക്കെ, സെയിം ആയിരിക്കും. രണ്ടിൻ്റെ ഹൈറ്റ് ഒന്ന് തന്നെ. ഈ AP എന്ന് പറയുന്ന ഹൈറ്റ് ഇവിടെ AP സെയിം ആണല്ലോ, ഈ നീളം സെയിമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് 9ൽ എന്താണ്, 2 triangles having same base and in between 2 parallel lines are equal area, that's all. ഓക്കെ, അപ്പോൾ അത് വെച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ B 140 ആണെങ്കിലും therefore area is equal എത്ര തന്നെയാണ്, ഇത് തന്നെ എഴുതണം. ഓക്കെ, ആദ്യത്തെ ട്രയാങ്കിൾ ഏരിയ തന്നെ. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ വേണം ഈ ക്വസ്റ്റിനെ പഠിക്കാൻ. നല്ലതായിട്ട് മനസ്സിലായോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്തേക്കണം. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ നമ്മുടെ അനുഗ്രഹം കൂടെ ഉണ്ടാവും നിങ്ങളുടെ എക്സാം വരെ. ഓക്കെ, പിന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, കോൾ ചെയ്തോ. ഗുഡ് ബൈ.